ചൈനയ്ക്ക് അമേരിക്കയുടെ താക്കീത്. ഇറാന് സഹായങ്ങൾ നൽകിയാൽ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് അമേരിക്ക ചൈനയോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു റിപ്പോർട്ട് പുറത്തു വന്നത്, അത് അമേരിക്കയുടെ ഇൻ്റലിജൻസ് ആണ് പുറത്തുവിട്ടത്. ചൈന ഇറാന് പ്രതിരോധ സഹായങ്ങളും ആയുധ സഹായങ്ങളും നൽകി വരുന്നുണ്ട്, നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിലാണ് ഇൻ്റലിജൻസ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കാര്യം ഇറാനെ പോലെയുള്ള ഒരു രാജ്യം അമേരിക്കയെ പോലുള്ള ഒരു സാമ്രാജ്യ രാജ്യത്തെ പ്രതിരോധത്തിൽ നിർത്താൻ മാത്രം അവർക്ക് ശക്തിയില്ല എന്നുള്ളതും, പിന്നാമ്പുറം പ്രവർത്തിച്ച ശക്തികൾ ആരെങ്കിലും ഉണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ചൈന വലിയ രീതിയിലുള്ള സഹായം നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത്. അപ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ചൈന ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നതും വളരെ ഗൗരവത്തിൽ തന്നെയാണ്. ലോകം ആരുടെയും കുത്തകയല്ല, ലോകം തങ്ങളുടേതാണെന്ന് കരുതുന്നവരുടെ ആധിപത്യം അവസാനിപ്പിക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം. ഷി ജിൻപിങ് ആണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ഇറാൻ്റെ പ്രസിഡന്റ് തന്നെ, ഈ ചൈനയുടെ പ്രസിഡന്റ് തന്നെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. പതിറ്റാണ്ടുകളായി തങ്ങളെയും സാമ്പത്തിക ഉപരോധം വഴിയും അല്ലാത്ത തരത്തിലും തങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുകയും തങ്ങൾക്ക് പ്രതിരോധമുണ്ടാക്കുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വളരെ മാനുഷികപരമായ രീതിയിലും വളരെ കൃത്യമായ രീതിയിലും തങ്ങളതിനെ എതിർത്തോ അല്ലെങ്കിൽ പ്രതിരോധിച്ചോ നിർത്തുക മാത്രമാണ് ചെയ്തത്. നിരന്തരം മറ്റുള്ള ലോക രാജ്യങ്ങൾക്കിടയിൽ ഇടപെടുകയും അവരുടെ സൈനികപരമായിരിക്കുന്ന ശക്തിയും ഭരണ സംവിധാനവും അട്ടിമറിക്കുകയും ചെയ്യുക എന്നുള്ളത്, അങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരാൾക്ക്, ഒരു രാജ്യത്തിന് അധികാരമില്ല. അത് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരുടെ മേലെയും അത് ബാധിക്കും. ഇറാന് സഹായം നൽകിയിട്ടില്ല എന്നോ സഹായം നൽകുകയില്ല എന്നോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചൈന പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ചൈനയെ സംബന്ധിച്ചിടത്തോളം വെനിസുലയുമായി ബന്ധപ്പെട്ട വിഷയം സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. നല്ലൊരു ശതമാനം, അതായത് ചൈനയുടെ വിപണിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പെട്രോളിയം എന്ന് പറയുന്നത് ഈ വെനിസുലയുടേതായിരുന്നു. വെനിസുല ഒരു സുപ്രഭാതത്തിൽ പിടിക്കപ്പെട്ടതോടുകൂടി വെനിസുലയുടെ ഭരണം അട്ടിമറിച്ച് പുതിയ ഭരണ സംവിധാനം അവിടെ അധികാരത്തിൽ വരികയും പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതോട് കൂടിയിട്ട് ചൈനയ്ക്ക് പെട്രോളിയം കിട്ടാതെയായി. അത് അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ രീതിയിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യം കൂടി യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. രണ്ടാം ഘട്ടത്തിൽ ഇറാനിലേക്കും ഈ വിഷയം വന്നു കഴിഞ്ഞാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിപണി അപ്പാടെ നിശ്ചലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഒഴിവാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയപ്പെട്ട അവരുടെ ഇറാൻ്റെ ഇടപെടലുകൾ, അല്ലെങ്കിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചൈനയുടെ ഇടപെടൽ ഉണ്ടാവണം എന്ന് ചൈന മനസ്സിലാക്കുന്നു. അവരുടെ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൂടെ ഏറ്റവും കൂടുതൽ പെട്രോളിയം എത്തുന്നത്, അല്ലെങ്കിൽ ഈ എണ്ണക്കനിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ലോഡുകൾ എത്തുന്നത് ചൈനയിലേക്കാണ്. ചൈന കഴിഞ്ഞിട്ടേ മറ്റു രാജ്യത്തേക്കുള്ളൂ. വെനിസുല കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഇറാനിൽ നിന്നാണ്. അപ്പോൾ വെനിസുല ഏതായാലും നഷ്ടപ്പെട്ടു, അവിടെ നിന്ന് പെട്രോളിയം കിട്ടാതായി. രണ്ടാം ഘട്ടത്തിൽ ഇനി ഇറാനിലേക്ക് വരുന്ന സമയത്ത് ചൈന എന്ന് പറഞ്ഞ രാജ്യവുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഭാവിയിൽ നിലനിൽക്കും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അമേരിക്കയുടെ സൈനിക ക്ഷയം ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. രാജ്യമായിട്ട് നിലനിൽക്കാൻ തീർച്ചയായിട്ടും ഇതൊരു അനിവാര്യമായിരിക്കുന്ന ഘടകമാണ് എന്ന് ചൈന മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ഇടപെടലൊക്കെ ഇതിലുണ്ടാകുന്നതെന്നാണ്. ഇറാന് തങ്ങൾ സഹായം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇറാൻ എന്ന് പറയുന്നത് തങ്ങളുടെ സൗഹൃദ രാജ്യമാണ്, ധനതന്ത്ര രാജ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് സഹായിക്കുക എന്നുള്ളത് ചൈന എല്ലാ രാജ്യങ്ങളോടും ചെയ്യാറുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തങ്ങളത് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ ചൈന സമ്മതിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള കെമിക്കൽ അതുപോലും ഇറാന് നൽകണമെന്ന് ചൈനയുടെ ചില കമ്പനികൾക്ക് ഷി ജിൻപിങ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ ഇൻ്റലിജൻസ് വെളിപ്പെടുത്തുന്നു. ഷോൾഡർ മിസൈൽ നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് നൽകിയിട്ടുള്ളതാണ്. ഈ ഷോൾഡർ മിസൈൽ വെച്ച പ്രതിരോധ സംവിധാനത്തിൽ ഏറ്റവും കരുത്ത് വിട്ടതാണ്. മാത്രവുമല്ല, യുദ്ധവിമാനങ്ങൾ തകർക്കാൻ വേണ്ടി ഈ മിസൈൽ വലിയ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, കൊണ്ട് നടക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഷോൾഡർ എന്ന് പറയുന്നത്.
അപ്പോൾ വലിയ പർവ്വതത്തിൻ്റെ തായ്വാരത്തോ മറ്റുള്ള കുടുസായ രീതിയിലോ ഈ പ്രവൃത്തി ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ യാത്രാമധ്യേ കൊണ്ടുപോകുന്ന പോലെ തന്നെ ഷോൾഡറിൽ വെച്ചിട്ട് ഉപയോഗിച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങളെ തകർക്കാൻ മാത്രം പാകത്തിലും ശക്തിയും ഉള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട ഷോൾഡർ മിസൈൽ എന്ന് പറയുന്നത്. ഇത് ചൈന ഇറാന് നൽകിയിരിക്കുന്നു. ഇറാൻ ആണെങ്കിൽ അത് കൃത്യതയോടുകൂടി പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം കണക്ക് പ്രകാരം ഇറാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ 12-ലധികം വിമാനങ്ങളെങ്കിലും യുദ്ധവിമാനങ്ങളെങ്കിലും അമേരിക്കയുടേത് ഇറാൻ തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 2-3 വിമാനങ്ങളൊക്കെയാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. ബാക്കിയൊന്നും സ്ഥിരീകരണം നൽകിയിട്ടില്ല എന്ന് മാത്രം. കാര്യം വിമാനം തകർന്ന് ഏത് ഭാഗത്തേക്കാണ് തകർന്ന് വീഴുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇവിടെ ഇപ്പം അമേരിക്ക ഇപ്പോൾ സമ്മതിച്ചത് 2 വിമാനം തകർത്തു, അതിൽ പൈലറ്റുമാർ രക്ഷപ്പെടുത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അവർ സമ്മതിച്ചത്. അതിനുശേഷം പിന്നെ 2 വിമാനത്തെ അവർ തന്നെ തകർത്തു. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി സുരക്ഷിതത്വത്തിന് വേണ്ടി തങ്ങളത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അമേരിക്ക തന്നെ സമ്മതിച്ചതാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ ഗതികൾ മാറി ഒഴുകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. കാര്യം അവർ പറയുന്നത് ഇത് പതുക്കെ ഇറാനിൽ നിന്ന് ചൈനയിലേക്ക് അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് റഷ്യയിലേക്ക് അങ്ങനെ വൈദ്യുതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രൂക്ഷമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ മുനമ്പായിട്ട് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, പ്രത്യേകിച്ച് ഹോർമുസ് മേഖലയൊക്കെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ തരത്തിലാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ നീങ്ങിപ്പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായി ഒരു ഏറ്റുമുട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇതൊക്കെ വലിയ മഹായുദ്ധത്തിലേക്ക് വരും. ഇപ്പം തന്നെ ഇറാനോട് തോറ്റ് നിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ചൈനയോട് ജയിച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. സർവ്വമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും നാശം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചൈനയുമായി നേരിട്ടുണ്ടാകുന്ന സമയത്ത് ഉണ്ടാവും എന്ന കാര്യം സംശയമില്ല. കാര്യം എന്ന് വെച്ചാൽ പ്രത്യയശാസ്ത്ര വിരുദ്ധത എല്ലാ കാലത്തും ഉള്ള ഒരു രാജ്യമാണ് ചൈനയും അമേരിക്കയും. അങ്ങനെ അവർ കൂട്ടി യോജിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. 2ാം ലോക യുദ്ധത്തിൽ തന്നെ ഏറ്റവും അവസാനമാണ് ചൈന അമേരിക്കയുടെ പക്ഷം ചേർന്ന് അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ ആ വിഭാഗത്തിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്ത് 2ാം ലോക യുദ്ധത്തിൽ പങ്കെടുത്തു എന്നൊരു ക്രെഡിറ്റും അത് സൈനികപരമായിരിക്കുന്ന ശക്തി ഉണ്ടാക്കാൻ അവർക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാവുകയും വീറ്റോ പവറിൻ്റെ കൂട്ടത്തിൽ ചൈനയുടെ പേര് വരാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം തന്നെ 2ാം ലോക യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ലോകത്തിലെ സൈനിക ശക്തിയിൽ 3ാം സ്ഥാനത്തോ 4ാം സ്ഥാനത്തോ ഒക്കെ ചൈന ഉണ്ട്, തൊട്ടുപിറകെ ഇന്ത്യ ഉണ്ട്. അല്ലെങ്കിൽ ചൈനയോട് കിടപിടിക്കാൻ മാത്രം ഇന്ത്യ വളർന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ 1ാം ലോക യുദ്ധത്തിൽ ഏതായാലും ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ബ്രിട്ടൻ ഇന്ത്യ ഭരിക്കുകയാണ്. ഈ ബ്രിട്ടൻ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയും കൂടി കൂട്ടിയിട്ട് തങ്ങൾ യുദ്ധത്തിൽ ഉണ്ട് എന്നവർ പരാമർശിച്ചു എന്നല്ലാതെ ഇന്ത്യക്ക് അതിൽ പങ്കാളിത്ത കാര്യങ്ങളൊന്നുമില്ല. 2ാം ലോക യുദ്ധത്തിൽ ഏതായാലും ഇല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ റൂട്ട് കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവത്തെക്കുറിച്ചും രാഷ്ട്രീയപരമായി കൃത്യമായ വിശകലനം നടക്കുകയും നിരീക്ഷിക്കുകയും രാജ്യം നീങ്ങിപ്പോകുന്ന അവസ്ഥാ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിപണി മൂല്യങ്ങളുള്ള ഈ കയറ്റുമതി സംഭവങ്ങളൊക്കെ നടക്കുന്നത് ചൈനയാണ്. ചൈനയുടെ പ്രൊഡക്റ്റ് ഇല്ലാത്ത ഒരു രാജ്യം ലോകത്തില്ല. അമേരിക്കയിലൊക്കെ അത് ബൾക്കായി തന്നെ വലിയ രീതിയിൽ കിട്ടുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ഡോളർ കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് പോലും ഒരിക്കൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ആ ഭാഗം തിരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും. അപ്പോൾ അത്രയ്ക്ക് വിപണി മുഴുവനും നിറഞ്ഞു കിടക്കുന്നത് ചൈനയുടെ ഉൽപ്പന്നങ്ങളാണ്. ആ ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ ഈ വിപണിയിൽ ഇറക്കുമതി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നിർമ്മാണ പ്രവൃത്തി നടത്തണം. നിർമ്മാണ പ്രവൃത്തി നടത്തണമെങ്കിൽ പെട്രോളിയം കിട്ടണം. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ലിങ്ക് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കണിശമായിരിക്കുന്ന ഒരു നിലപാട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അതിന് കൃത്യമായിരിക്കുന്ന മറുപടി ഈ ചൈനയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തതോടുകൂടി യുദ്ധത്തിൻ്റെ പാറ്റേണൊക്കെ മാറി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.